ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിലും അവർ എണീക്കുന്ന കാണാനേ ഒരു ഭംഗിയാണ്. അതായത് അലാം അടിക്കുന്നു, പതുക്കെ എണീക്കുന്നു, സ്കിൻ കെയർ റൂട്ടീൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ബട്ട് ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് ടൈപ്പ് ഓഫ് സ്ലോ മോർണിംഗ് ഇൻ മൈ വീഡിയോ. സത്യം പറഞ്ഞാൽ ആ റൂമിൽ നിന്ന് ഞാൻ എങ്ങനെ ഇറങ്ങി രക്ഷപ്പെടില്ലെന്നും കൂടി എനിക്ക് അറിഞ്ഞൂടാ. സോ അത് ഷൂട്ട് ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് ഒരു അവാർഡ് ഫിലിം പോലെ ആയിരിക്കും. അവ ഉദ്ദേശിച്ചത് സ്ലോ അല്ല, ബട്ട് സൈലന്റ് ആണ്. എന്തെങ്കിലും ഒരു സൗണ്ട് ആയിട്ട് ഉണരാൻ റെഡിയായി നിൽക്കാൻ വിഷു. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ അങ്ങനെ തുടങ്ങാം. ചായ നോമിന് പതിവില്ലാത്തതുകൊണ്ട് ഒരു ഇൻസ്റ്റന്റ് ചൈനീസ് കോഫി അങ്ങോട്ട് സെറ്റാക്കി. കൂട്ടിന് നല്ല ചപ്പാത്തിയും കടലക്കറി പോരെ. ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ നോ സ്ക്രീൻ ടൈം, നോ ആക്ടിവിറ്റി, ഓൺലി കോൺസെൻട്രേറ്റ് ഓൺ യുവർ ഫുഡ്. ഈ പറഞ്ഞ കാര്യം എനിക്ക് നിർബന്ധമാണ് കേട്ടോ. ഭക്ഷണം എപ്പോഴും ആസ്വദിച്ച് കഴിക്കണം. അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ആസ്വദിച്ച് അത് ഉണ്ടാക്കി തന്നവരോട് നല്ല അടിപൊളി ആയിട്ടുണ്ടെന്നൊരു 2 വാക്കും കൂടെ പറഞ്ഞാൽ നമ്മുടെ വയറും നിറയും, അവരുടെ മനസ്സും നിറയും. സോ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണിൽ തോണ്ടിരിക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ശീലം ഇപ്പം തന്നെ ഒഴിവാക്കുക കേട്ടോ. രാവിലെ ഏകദേശം ഒരു 8-9 മണി ആകുമ്പം ഈ ഡെസ്കിന്റെ ഭാഗത്തോട്ട് നല്ല വെയിൽ വരും കേട്ടോ. എനിക്ക് അത്ര വലിയ ചെടിപ്രാന്തൊന്നും ഇല്ലെങ്കിലും റൂമിൽ കുറച്ച് ചെടികളുണ്ട്. അധികം വെള്ളത്തിൽ വെക്കുന്നതാണ്. അത് പിന്നെ വല്ലാണ്ട് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴെങ്കിലൊക്കെ വെള്ളം മാറ്റി കൊടുത്താൽ മതി. സോ ആ ടൈം ഞാൻ അവരൊക്കെ എടുത്തിട്ട് ഒന്ന് അസംബ്ലിക്ക് നിർത്തുന്ന പോലെ വരിവരിയായിട്ട് നിർത്തും. കുറച്ച് വെളിച്ചം കിട്ടട്ടെ. ഇനി നമുക്ക് ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കാം. ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുടിക്കാൻ നല്ല ടേസ്റ്റുള്ള ഐറ്റം ഒന്നുമല്ല, പക്ഷേ നല്ല ഹെൽത്തിയാണ്. സോ അതിൻ്റെ മെയിൻ ആയിട്ടാണ് ഇപ്പോൾ കയ്യിലുള്ളത് നെല്ലിക്ക. ആദ്യം തന്നെ നല്ല പോലെ കിഴകിയെടുക്കുക, എന്നിട്ട് കുനുകുന കട്ട് ചെയ്യുക. കുനുകുനാക്കിത്തില്ലേലും പ്രശ്നമൊന്നുമില്ല, അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ അതാ കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആവശ്യമില്ല നേരത്തൊന്നും കറണ്ട് ഉണ്ടാവില്ല. ഞാൻ എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കാന്ന് പൂച്ചക്ക് മനസ്സിലാക്കണം. പിന്നെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും കറണ്ട് പോയിക്കണേ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അത് വേറെ രസമാണല്ലോ. അപ്പോൾ ടൈം നോക്കുമ്പോൾ 11:30-12 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ എന്നാൽ തിരിച്ചോറിനെ കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. സോ നമ്മുടെ ഐറ്റംസ് ഒക്കെ കുറച്ച് വെള്ളം കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതന്നെ പരിപാടി. എല്ലാത്തിലും ഒന്ന് നിറച്ചിട്ട് ഐസ് ക്യൂബ് ആക്കിയിട്ട് എടുക്കണം. ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇതൊന്ന് ക്യൂബായി കിട്ടുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. അതുകൊണ്ട് ആവുമ്പം ബാക്കി കാണിച്ചിട്ടുണ്ട്. കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കൂലിയൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയി വന്നു. അപ്പോഴാണ് ഹിബാസിൻ്റെ കയ്യിൽ ഈ ഒരു ബുക്ക് കാണുന്നത്, അതായത് താത്താൻ്റെ കുട്ടി. ആദ്യമായിട്ടാണ് ഞാനൊരു ഇംഗ്ലീഷ് ഫിക്ഷൻ വായിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വായിച്ച് കഴിയോ എവിടെ എത്തും ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്താ പറയുക, കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇംഗ്ലീഷ് മാത്രമല്ല കേട്ടോ, മലയാളം ഞാൻ അങ്ങനെ വായിക്കാറൊന്നുമില്ല. പക്ഷേ ഈ അടുത്ത് ഒരു 2 ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇസ്നേഹം എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടായിരുന്നു. അത് വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം 4 മണിയൊക്കെ ആവാൻ നേരത്ത് ഈ റെസിപ്പി കാണുമ്പോൾ നമുക്ക് ചിലത് ട്രൈ ചെയ്യാൻ തോന്നില്ല. അങ്ങനെ ഒരു സംഭവം നമുക്കിന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. ബൈ ദ വേ, ഈ വോയിസ് ചെയ്യുമ്പോഴാണ് ഇത് മോഹൻലാലിൻ്റെ ഫേവറേറ്റ് ഫുഡായിരുന്നു എന്ന് ഞാൻ അറിയുന്നത്. ആൻഡ് ഫോർ ദിസ് റെസിപ്പി ഓൺലി യു നീഡ് ഈസ് സം ബനാന, സം ശർക്കര, സം വാട്ട് ഈസ് ദാറ്റ്, എന്താണ്, നാളികേരം. ഒരു പഴം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ കിട്ടുള്ളൂ, കുറേ ഒന്നും കിട്ടില്ല. അപ്പം അത്യാവശ്യം പഴമൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം എടുത്തുകൊണ്ട് ഇവിടെ ആകെ ഒന്നേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒന്നെടുത്തത്. പിന്നെ അതാ ഇതുപോലെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നാളികേരം. ഞാൻ അങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഇനി എന്താ, പാത്രം വെക്കുക, ചൂടാക്കുക, നെയ്യ് ഒഴിക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പാത്രം പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് വേഗം പഴം അങ്ങോട്ടേക്ക് ഇടുക. ഇനി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ അടി പിടിക്കാതെ നോക്കാം. ഇനി 2 സൈഡും ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ജസ്റ്റ് ഒരു സ്ലിമ്മിലിട്ടിട്ട് ഒന്നാക്കിയെടുത്താൽ മതി. ഇനി ശർക്കര ഇടാനുള്ള ടൈമാണ്. ശർക്കര ഇടുമ്പം തീ കുറക്കുക, അനുഭവം ഗുരു എന്നാണല്ലോ. ശർക്കര ഉരുകി കരിഞ്ഞ മണം വരുന്നതിന് മുൻപേ നാളികേരം ഇടാനും കൂടെ നോക്കുക. പ്രശ്നമൊന്നുമില്ല കേട്ടോ, നമ്മൾ തീ കുറച്ച് കൂടിയതുകൊണ്ട് ശർക്കര ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് മാറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുമ്പം തീ കുറച്ചിട്ട് ചെയ്താൽ ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി ലുക്കിൽ നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നത് ബനാന ഫ്ലാമ്പ് ആയതുകൊണ്ട് ഐസ്ക്രീം അത് നിർബന്ധമാണ്. നമ്മളെടുത്തിട്ടുള്ളത് വാനില ഐസ്ക്രീമാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെ ടേസ്റ്റ് മിക്സായി കിട്ടുമ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ വാനില തന്നെ ആയിരിക്കും ബെസ്റ്റ്. ഇനി 2ഉം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കുക. അടിപൊളി സംഭവം. സൺഡേ ഉണ്ടാക്കി, ഇന്ന് വോയിസ് ചെയ്യുമ്പോൾ ട്യൂസ്ഡേ ആയിട്ടുണ്ട്. എന്നാലും ആ ടേസ്റ്റ് വായലുണ്ട് കേട്ടോ. എപ്പോഴും നല്ല അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൊണ്ടു. ആൻഡ് പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നല്ല മഴയാണ്. അങ്ങനെ നമ്മുടെ മഴയൊക്കെ ആസ്വദിച്ച് ബനാന ഫ്ലാമ്പൊക്കെ കഴിച്ച് ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോയി. പുറത്ത് പോകാനുള്ള ഒരു കാരണം, നമ്മളെന്നാളെ റെസിപ്പി നോക്കിയിട്ടില്ലായിരുന്നു, മാംഗോ തെറാമിസു. അതും കൂടെ വാങ്ങാൻ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയിട്ടില്ല.
അതുകൊണ്ട് തന്നെ പിന്നെ ലിസ്റ്റിൽ കുറേ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. എന്നാലും പറ്റുന്ന പോലെ ഞാൻ അതിൽ കൂടെ ഒക്കെ നടന്ന് കുറച്ച് ക്ലിപ്സൊക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാം. ചെന്നപ്പോഴേ എൻ്റെ കണ്ണ് പോയതായിരുന്നു കേട്ടോ. ആ ഒരു ഡോള് കണ്ടില്ലേ ഫസ്റ്റിൽ, നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ നല്ല റേറ്റും ഉണ്ട്. ആൻഡ് ഈ ഒരു സംഭവം നല്ല ക്യൂട്ടില്ലേ. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു പോട്ടും കപ്പൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ റേറ്റ് നോക്കുമ്പം ഒക്കെ 200 എബോവ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് നോക്കി വീഡിയോ എടുത്തിട്ട് പോന്നു. പിന്നെ നമ്മൾ ക്രാഫ്റ്റിൻ്റെ സെക്ഷനിലോട്ട് പോയി. എനിക്ക് 2 ഫേക്ക് ക്യാൻഡിൽസ് വേണ്ടിയിരുന്നു. അത് ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനാണ്. ഇങ്ങനത്തെ വാട്ടർ ബോട്ടിൽസ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. പിന്നെ ടെഡ്ഡി ബിയർ കളക്ഷൻ അത് പറയണ്ടല്ലോ. നമ്മൾ ആരാണേലും കണ്ടാൽ കണ്ണൊന്നും അങ്ങോട്ട് പോകും. ഇതിങ്ങനെ കാണുമ്പോൾ മറ്റേ ഡയലോഗ് കേട്ടോ ഓർമ്മ വരുന്നത്, കണ്ട ഒരമ്മ പെറ്റതല്ല എന്ന് പറയൂ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ വരവിലും പല ഐറ്റംസ് ആഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ചായി. സോ ഈ പെന്നൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണേ. ഇതൊക്കെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ പലതിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആദ്യമായിട്ട് കാണുകയാണ്. അത്യാവശ്യം റേറ്റും ഉണ്ട്, 100 എബോവ് റേറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഇതാ നല്ല അടിപൊളി കിച്ചൺ ഐറ്റംസ് ഉണ്ട്. കളറാണ് സാറേ ഇവരുടെ മീൻ. നല്ല അടിപൊളി വൈബ്രൻറ്റ് കളേഴ്സിലാണ് കേട്ടോ ഓരോ പ്ലേറ്റ്സും കപ്പും ഒക്കെ. കണ്ട് നമുക്ക് അപ്പം വാങ്ങിക്കാൻ തോന്നും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചിട്ട് വേഗം ഇറങ്ങണം. അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീമൊക്കെ എടുത്തു. ആദ്യമായിട്ടാണ് തോന്നുന്നു ഇത്ര കുറച്ച് ഐറ്റംസ് മാത്രം ഇവിടുന്ന് വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി ഉമ്മാക്കൊരു ഐറ്റം വാങ്ങണം. ഐസ്ക്രീം നമ്മൾ മേടിച്ചിട്ടുണ്ട്. എന്നാലും ഉമ്മ പോന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മക്ക് സ്വീറ്റ് കോൺ വേണമെന്ന്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ മേടിക്കാറ്. അങ്ങനെ അത് നമ്മൾ 3 കപ്പങ്ങാണ്ട് പാഴ്സൽ വാങ്ങി. ബിഷ്രുവിൻ്റെ വിചാരം പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തത് അപ്പം തന്നെ എവിടെയാണെങ്കിലും കഴിച്ച് തീർക്കണം എന്നാണ്. എന്താല്ലേ ചുറ്റുള്ള ആരെങ്കിലും അവൻ നോക്കുന്നുണ്ടോ? അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി വീട്ടിലോട്ട് പോകണം, സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പം ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.